ഈ ബ്രഹ്മഗിരി മലയും അതിൻ്റെ താഴെയുള്ള തിരുനെല്ലി ക്ഷേത്രവും ചുറ്റുമുള്ള തിരുനെല്ലി ഗ്രാമവും അവിടുത്തെ വയലുകളും കൃഷിയും നാടും നാട്ടുകാരും എത്രയോ തവണ കണ്ട് മറന്ന കാഴ്ചകളാണ്. പക്ഷെ എന്തോ വീണ്ടും 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 ഇങ്ങോട്ടേക്ക് നമ്മളെ ആകർഷിക്കുന്ന എന്തോ ഒരു മാജിക് ഈ തിരുനെല്ലിക്കുണ്ട്. അത് ഈ കാളിന്തി ആവാം, അതിൻ്റെ ചുറ്റുമുള്ള കൃഷിയിടങ്ങളാവാം, അല്ലെങ്കിൽ അവിടുത്തെ മനുഷ്യരാവാം. അതെന്താണെന്ന് ഇന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കുന്നു. അല്ലെങ്കിൽ തന്നെ ഇത്തരം ഗ്രാമീണ കാഴ്ചകൾ നമുക്ക് വേറെ എവിടെയാണ് കാണാൻ പറ്റുക? വിളഞ്ഞുകിടക്കുന്ന നെൽപ്പാടവും നെല്ല് കൊയ്ത് ഉണക്കാൻ വേണ്ടി ചാണകം മെഴുകി കളം തയ്യാറാക്കുന്ന ഇത്തരം കാഴ്ചകളൊക്കെ തിരുനെല്ലിയിലല്ലാതെ നമുക്ക് എവിടെയാണ് കാണാൻ പറ്റുക? അങ്ങനെ തിരുനെല്ലി കാഴ്ചകൾ കണ്ട് നമ്മൾ പറന്നിറങ്ങിയത് വയനാട്ടിലെ ഇന്ന് ഏറ്റവും ട്രെൻഡിങ് ആയ ഒരു ഗ്രാമത്തിലേക്കാണ്. അതാണ് ഈ കാണുന്ന നെട്ടറ ഗ്രാമം. ഒരു നല്ല വഴി ഒരു ഗ്രാമത്തിൻ്റെ തലവര മാറ്റുന്നത് എങ്ങനെയാണെന്നുള്ളതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് നെട്ടറ. ആ നാട്ടുകാർക്കും അതിനെ ചുറ്റിപ്പറ്റിയുള്ള കുറച്ച് ആൾക്കാർക്കും മാത്രം അറിയാമായിരുന്ന ഒരു കുഗ്രാമം ഇന്ന് കേരളം മുഴുവൻ, ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന മനോഹരമായൊരു ഗ്രാമമായിട്ട് മാറിയത് ഈ ഒരു ഒറ്റ വഴിയും നെട്ടറ പാലവും വന്നതിന് ശേഷമാണ്. ഒരു മനുഷ്യക്കുഞ്ഞു പോലും എത്തി നോക്കാനില്ലാതിരുന്ന നെട്ടറ ഗ്രാമത്തിലേക്ക് ഇന്ന് കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും, കേരളത്തിന് പുറത്തു നിന്നും ഒരുപാട് ആൾക്കാർ വരുന്നു, സമയം ചെലവഴിക്കുന്നു. ഇതൊക്കെ സന്തോഷമുള്ള കാഴ്ചകൾ തന്നെയാണ്. പക്ഷെ വരുന്ന എല്ലാവർക്കും ആവശ്യമായ സൗകര്യങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഈ ചെറിയ ഗ്രാമത്തിലില്ല. അവിടെ കണ്ട ഒരുപാട് ആൾക്കാരുടെ കൂടെ ഞങ്ങളും നെട്ടറ ഗ്രാമത്തിലേക്ക് ഇറങ്ങി. തൊട്ടരികിൽ കൂടെ ഒഴുകുന്ന കാളിന്തിയിൽ ഇറങ്ങി കൈയും മുഖവും മനസ്സും തണുപ്പിച്ച് ഒരുപാട് സമയം അവിടെ ചെലവഴിച്ചിട്ടാണ് അന്നത്തെ വൈകുന്നേരം ഞങ്ങൾ അവിസ്മരണീയമാക്കിയത്. ഒരു കാര്യം പ്രത്യേകം പറയണം, ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളൊന്നും എന്തായാലും ഇവിടെ വേസ്റ്റ് ഒന്നും വലിച്ചെറിഞ്ഞ് ഇത്രയും മനോഹരമായ ശുദ്ധമായ ഒരു പരിസരം മലിനമാക്കുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. അതൊരു വലിയ കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്തായാലും കാളന്തിയുടെ കരയിലിരുന്ന് ഐസ്ക്രീമൊക്കെ തിന്ന് കുറേ സമയം അവിടെ ചെലവഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ തിരിച്ചു പോയത്. ഇനിയും എത്രയോ തവണ വരാനുള്ള ഒരു സ്ഥലമായതുകൊണ്ട് നെട്ടറ ഗ്രാമത്തോട് ഞങ്ങൾ ഗുഡ് ബൈ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ അതേ വണ്ടി വരുന്നുണ്ട്. ആ വണ്ടി കയറി ഞാൻ സ്ഥലം വിടട്ടെ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.